Very good morning all. Today we are going to deal about the metabolism of lipid. അല്ല മെറ്റബോളിസം ഓഫ് ലിപ്പിഡ് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്? ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലെ ലിപ്പിഡ് ഏകദേശം 15-20% ഓഫ് ദ ബോഡി വെയിറ്റ് ഇൻ ഹ്യൂമൻസ് ആണ് അല്ലേ. ആൻഡ് ട്രൈസൽ ഗ്ലിസറോൾ ആർ ദ മോസ്റ്റ് അബണ്ടന്റ് ലിപ്പിഡ് കംപ്രൈസിങ് 85-90% ഓഫ് ദ ബോഡി ലിപ്പിഡ് ആൻഡ് ഇറ്റ് is stored in your adipose tissue. And it is the most concentrated form of energy, yielding about 9 calories per gram, and it is stored in pure form without any association with water. And one more thing, the other important lipids present in your body is phospholipids, glycolipids, cholesterol. Like cholesterol is also precursor for the bile acids and other steroid hormones. And this lipid is transported throughout your body through in the form of lipoproteins like chylomicrons, VLDL, LDL, HDL, and even the ഒരു ഇൻറ്റസ്റ്റൈനൽ നമ്മൾ ട്രൈസൽ ഗ്ലിസറോൾ ഫോം ചെയ്തതിന് ശേഷം അത് കൈലോമൈക്രോൺസ് ആയിട്ടായിരിക്കും എന്ത് ഇൻറ്റസ്റ്റൈനാണെങ്കിൽ ലിവറിനാണെങ്കിൽ വി എൽ ഡി എൽ ഫോമിൽ എന്ത് ചെയ്യും അത് ഒരു ലൈപ്പോപ്രോട്ടീൻ ഫോമിലാണ് എന്ത് ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ട് അത് ഇവിടെ സ്റ്റോർ ചെയ്യും, ആഡിപ്പോസ് ടിഷ്യൂവിൽ സ്റ്റോർ ചെയ്യും. ആൻഡ് ബിസൈഡ്സ് ദേ ആർ ഓൾസോ യൂട്ടിലൈസ്ഡ് ബൈ മസിൽ, ലിവർ, ഹാർട്ട് എക്സെട്ര. ക്ലിയർ? നമ്മൾ ട്രൈസൽ ഗ്ലിസറോളിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ വാട്ട് ഇസ് സ്ട്രക്ചർ ഓഫ് ട്രൈസൽ ഗ്ലിസറോൾ ഇതവിടെ ഉണ്ട്. ട്രൈസൽ ഗ്ലിസറോളിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കി. എന്താണ് ട്രൈസൽ ഗ്ലിസറിൻ്റെ സ്ട്രക്ചർ? അതിൽ നമുക്കൊരു ഗ്ലിസറോൾ ഗ്രൂപ്പ് കാണാം. അതേപോലെ തന്നെ വി ഹാവ് ഫ്രീ ഫാറ്റി ആസിഡ് ഗ്രൂപ്പ് അല്ലേ. 3 ഫാറ്റി ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഗ്ലിസറോൾ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്ലിസറോൾ ഗ്രൂപ്പിനെ അറ്റാച്ച് ചെയ്തൊരു 3 ഫ്രീ ഫാറ്റി ആസിഡ് കമ്പൈൻ ചെയ്താൽ അതെന്തായി? TAG ആയി അല്ലേ. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ ബോഡിയിൽ ലിപ്പോലിസിസ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലിസറോളും ഫ്രീ TG ലിപ്പോലിസിസ് നടന്നു കഴിഞ്ഞാൽ ഗ്ലിസറോളും ഫ്രീ ഫാറ്റി ആസിഡ്സും ആണ് ഉണ്ടാവുന്നത്. ഓക്കെ. So now we are moving to our main topic, that is fatty acid oxidation. ഇതാണ് നമ്മുടെ ടോപ്പിക്കിലുള്ളത്, ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ. ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ. അപ്പോൾ ഈ ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ ഇൻ ദ ബോഡി ദേ ആർ മോസ്റ്റ്ലി ഓക്സിഡൈസ്ഡ് ബൈ ബീറ്റ ഓക്സിഡേഷൻ അല്ലേ. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ബോഡിയിൽ ഫാറ്റി ആസിഡ് ഓക്സിഡൈസ് ചെയ്യുന്ന ബീറ്റ ഓക്സിഡേഷൻ ആണ്. വി ഹാവ് ഈവൻ ഒമേഗ ഓക്സിഡേഷൻ അല്ലേ. ഒമേഗ ഓക്സിഡേഷൻ ഉണ്ട്, ആൽഫ ഓക്സിഡേഷൻ ഒക്കെ ഉണ്ട്. അപ്പം വി ആർ മെയിൻലി കോൺസെൻട്രേറ്റിംഗ് ഓൺ ബീറ്റ ഓക്സിഡേഷൻ. ബീറ്റ ഓക്സിഡേഷൻ മേ ബി ഡിഫൈൻ ആസ് ദി ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ് ഓൺ ദി ബീറ്റ കാർബൺ ആറ്റം. അതായത് നമ്മൾ എടുക്കുന്ന ഫാറ്റി ആസിഡ് ചെയിൻ്റെ മുകളിൽ അല്ലേ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫാറ്റി ആസിഡ് എടുക്കുക, ഫാറ്റി ആസിഡിൻ്റെ ബീറ്റ കാർബൺ ആറ്റമാണ് എന്ത്, ബീറ്റ കാർബൺ ആറ്റത്തിൻ്റെ മുകളിലാണ് എന്ത് നടക്കുന്നത്? ഓക്സിഡേഷൻ നടക്കുന്നത്. ആൻഡ് ദ റിസൾട്ട് ഇൻ ദി ലൈസിസ് ഓഫ് 2 കാർബൺ ആറ്റം, ദറ്റ് ഇസ് അസറ്റൈൽ കോയി. പിന്നെ അതിൽ നിന്ന് എന്ത് 2 കാർബൺ ഫ്രാഗ്മെൻറ്റ് അതിൽ നിന്നും ലൈസിസ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് ഫോമിലാണ്, അസറ്റൈൽ കോയി ഫോമിലാണ്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓക്സിഡേഷൻ എന്ന് പറയുന്നത്, ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് ബീറ്റ കാർബണിൻ്റെ മുകളിൽ നടക്കുന്നതുകൊണ്ട് നമ്മൾ അതിനെന്ത് പറയുന്നുണ്ട്? ബീറ്റ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഒമേഗ കാർബൺ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒമേഗ ഓക്സിഡേഷൻ എന്ന് പറയും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്നത് ബീറ്റ ഓക്സിഡേഷനാണ്. അപ്പോൾ ബീറ്റ കാർബണിൻ്റെ മുകളിലാണ് എന്ത് നടക്കുന്നത്? ഓക്സിഡേഷൻ നടക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കാം? ബീറ്റ ഓക്സിഡേഷൻ എന്ന് പറയും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ മെയിനായിട്ട് 3 സ്റ്റേജ് ഉണ്ട് നമ്മൾ ബീറ്റ ഓക്സിഡേഷൻ. ബീറ്റ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ് ഇൻവോൾവ്സ് 3 stages. What are these? Activation of fatty acids occurring in the cytosol. Activation. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ആക്ടിവേഷൻ ഓഫ് ഫാറ്റി ആസിഡ്സ് ആണ്. അപ്പം ആദ്യം ഫാറ്റി ആസിഡ്സിനെ ആക്ടിവേറ്റ് ചെയ്യിക്കണം. അതിനുശേഷം എന്ത് ചെയ്യാം? പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്യണം. അതായത് ഈ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഫാറ്റി ആസിഡ്സിനെ നമ്മൾ മൈറ്റോകോൺട്രിയയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. ദറ്റ് ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്, ദറ്റ് ഇസ് ട്രാൻസ്പോർട്ട് ഓഫ് ഫാറ്റി ആസിഡ്സ് ഇൻ ടു മൈറ്റോകോൺട്രിയ. ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ് ഇസ് ബീറ്റ ഓക്സിഡേഷൻ പ്രോപ്പർ ഇൻ മൈറ്റോകോൺട്രിയൽ മാറ്റർ. അപ്പോൾ നമ്മൾ ആക്ടിവേഷൻ നടക്കുന്നത് സൈറ്റോസോളിലും, പിന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ട് സൈറ്റോസോളിൽ നിന്ന് മൈറ്റോകോൺട്രിയയിലേക്ക് നടക്കുന്നുണ്ട്. പിന്നെ മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ബീറ്റ ഓക്സിഡേഷൻ, പ്രോപ്പർ ബീറ്റ ഓക്സിഡേഷൻ നടക്കുന്നത്. അപ്പം അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫാറ്റി ആസിഡ് ആക്ടിവേഷൻ ആണ്. അപ്പോൾ ഫാറ്റി ആസിഡ് ആക്ടിവേഷനിൽ എന്താണ് നടക്കുന്നത്? ഫാറ്റി ആസിഡ്സ് ആർ ആക്ടിവേറ്റഡ് ടു എസൈൽ കോയി അല്ലേ. ദേ ആർ ആക്ടിവേറ്റഡ് ടു എസൈൽ കോയി വിത്ത് ദി ഹെൽപ്പ് ഓഫ് തയോകൈനേസ് എൻസൈം ആൻഡ് it is activated to thiokinase enzyme and it is activated by thiokinase enzyme and a coenzyme A.
അല്ലേ. ഈ തയോകൈനേസ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ കോഎൻസൈം എയുമാണ് എന്തിന് സഹായിക്കുന്നത്, നമ്മളതിനെ എസൈൽ കോയെ ആയിട്ടും അതായത് നമ്മൾ ഫാറ്റി ആസിഡിനെ എസൈൽ കോയെ ആയിട്ടും മാറാൻ സഹായിക്കുന്നത്. റിയാക്ഷൻ അക്കേഴ്സ് ഇൻ 2 steps ആൻഡ് ഇറ്റ് റിക്വയർസ് വാട്ട് ATP, കോഎൻസൈം എ ആൻഡ് മെഗ്നീഷ്യം അയോൺ. What happens in this step? Fatty acid reacts with ATP to form acyl adenylate അല്ലേ. ഇവിടെ ഫാറ്റി ആസിഡ് ATP യുമായിട്ട് കൂടി ചേർന്ന് അസൈൽ അഡിനൈലൈറ്റ് ആവുന്നു. ആ സ്ട്രക്ചർ നോക്കിയാൽ അസൈൽ അഡിനൈലൈറ്റ് ആവുന്നു അല്ലേ. വിത്ത് ദി ഹെൽപ്പ് ഓഫ് എൻ എൻസൈം തയോകൈനേസ് അവിടെ PPI ആയിട്ട് ഫോം ആവുന്നുണ്ട്. ഈ PPI എന്ന് പറയുന്നത് ഒരു അൺസ്റ്റേബിൾ ഫോമാണ്. അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, പൈറോഫോസ്ഫേറ്റേസിൻ്റെ സഹായത്തോടു കൂടി PI ആയിട്ട് മാറും. സോ ദേ ആർ യൂസിങ് ആക്ച്വലി 2 phosphate ഗ്രൂപ്പ് അല്ലേ. അവിടെ എന്തുണ്ട്, 2 phosphate ഗ്രൂപ്പിൻ്റെ യൂസേജ് വരുന്നുണ്ട്. സോ 2 high energy phosphate are utilized there. Okay, and this the enzyme inorganic pyrophosphatase hydrolyzes the PPI to phosphate and they are forming acyl adenylate, and this acyl adenylate in the presence of coenzyme A they are releasing an AMP and they are forming acyl CoA അല്ലേ. ഇപ്പോൾ ആക്ടിവേറ്റഡ് ഫാറ്റി ആസിഡിൻ്റെ ആക്ടിവേറ്റഡ് ഫോമായി, ദറ്റ് ഈസ് acyl CoA is the activated form of ഫാറ്റി ആസിഡ് അല്ലേ. അതിനെ ആക്ടിവേറ്റ് ചെയ്യിച്ചു. ഇനി നെക്സ്റ്റ് എന്താണ്, ദേ ആർ ഗെറ്റിംഗ് ട്രാൻസ്പോർട്ടഡ് അല്ലേ ഇൻ ടു മൈറ്റോകോൺട്രിയ. സോ വൺ പ്രോബ്ലം ഈസ് ദെയർ ഫോർ ട്രാൻസ്പോർട്ടിങ്. ആ പ്രോബ്ലം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. വിൽ സി. ഓക്കെ, സീ ദിസ് പിക്ചർ. നിങ്ങൾ ആ പിക്ചർ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. പിക്ചറിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അതായത് ലെറ്റ് മീ സീ ലൈക്ക് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെമ്പറൈൻ അല്ലേ. നമ്മളെ മൈറ്റോകോൺട്രിയൻ്റെ മെമ്പറൈൻ അറിയാലോ, നമുക്ക് ഔട്ടർ സ്ട്രക്ചർ ഉണ്ട്, അതേപോലെ തന്നെ ഇന്നർ മെമ്പറൈൻ സ്ട്രക്ചർ ഉണ്ട്. സോ ദ ഇന്നർ മൈറ്റോകോൺട്രിയൽ മെമ്പറൈൻ ദേ ആർ impermeable to fatty acid. So a specialized carnitine carrier system or a carnitine shuttle operates to transport the activated fatty acid from cytosol to mitochondria. അപ്പോൾ അതിന് സൈറ്റോസോളിൽ നിന്നും മൈറ്റോകോൺട്രിയയിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്, ഒരു കാർണിത്തൈൻ ഷട്ടിൽ സിസ്റ്റമാണ്. വേറെ കാരിയർ പ്രോട്ടീൻ ഈസ് ആക്ടിങ് അല്ലേ, ആൻഡ് they are liberating the acyl CoA to the mitochondria for the further beta oxidation process. So what is happening here, mainly 4 steps are there. That is, first എന്താണ് ഉണ്ടാവുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ the acyl group of acyl CoA അല്ലേ. നമ്മൾ അസൈൽ കോയയിലുള്ള അസൈൽ ഗ്രൂപ്പ് കാർണിത്തൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ടുമായിട്ട് കൂടി, കാർണിത്തൈൻ എന്ന് പറയുന്നത് എന്താണ്, ദേ ആർ ബീറ്റ ഹൈഡ്രോക്സി ഗാമ ട്രൈമീഥൈൽ അമൈനോ ബ്യൂട്ടറേറ്റ്. എന്താണത്, ബീറ്റ ഹൈഡ്രോക്സി ഗാമ ട്രൈമീഥൈൽ അമൈനോ ബ്യൂട്ടാറേറ്റ് ആണ് എന്ത്, കാർണിത്തൈൻ എന്ന് പറയുന്നത്. ഈ കാർണിത്തൈനുമായിട്ട് കൂടി ചേർന്നത് എന്തായിട്ട് മാറും, എസൈൽ കാർണിത്തൈൻ ആയിട്ട് മാറും. ഇൻ ദി പ്രസൻസ് ഓഫ് എൻ എൻസൈം കാർണിത്തൈൻ അസൈൽ ട്രാൻസ്ഫറേസ് 1 and they are liberating 1 CoA molecule, and this acyl carnitine is carried into the mitochondria by the carrier protein. That is the next step, that is the acyl carnitine is transported across the membrane to mitochondrial matrix by a specific carrier protein, and carnitine acyl transferase 2 which is found on the inner surface of the mitochondrial membrane converts this acyl carnitine to acyl CoA. ഈ acyl CoAനെ ഈ acyl carnitine പിന്നീട് acyl CoA ആക്കി മാറ്റുന്നത് ഏത് എൻസൈമാണ്, അസൈൽ ട്രാൻസ്ഫറേസ് 2 ആണ്. കാർണിത്തൈൻ അസൈൽ ട്രാൻസ്ഫറേസ് 2 ആണ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ദി ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. ഓക്കെ, and this is converted to acyl CoA and the carnitine is released and they are reused. That is, the carnitine is released and returns to the cytosol for the reuse. Now we have the acyl CoA or the activated acyl CoA for the beta oxidation പ്രോസസ്സ് അല്ലേ. ഇനിയാണ് നമ്മൾ ശരിക്കും ബീറ്റ ഓക്സിഡേഷൻ്റെ പ്രോസസ്സിൽ കിടക്കുന്നത്. ഇതിൽ ഈ 2 സ്റ്റെപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സ്റ്റെപ്പ് ഇല്ലാണ്ട് ബീറ്റ ഓക്സിഡേഷൻ നടക്കില്ല. കാരണം വി നീഡ് ആൻ ആക്ടിവേറ്റഡ് ഫാറ്റി ആസിഡ്. ആക്ടിവേറ്റഡ് ഫാറ്റി ആസിഡ് ഫോമാണ് ഇത് അസൈൽ CoA. പക്ഷേ അതെന്ത് കിടക്കില്ല, മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനെ കടത്തി വിടില്ല. അപ്പോൾ അവിടെ നമുക്ക് എന്ത് നിർബന്ധമാണ്, കാർണിത്തൈൻ ഷട്ടിൽ നിർബന്ധമാണ്. അപ്പോൾ കാർണിത്തൈൻ ഷട്ടിൽ ഇല്ലാഞ്ഞാൽ നമുക്ക് എന്തും പറ്റില്ല, അതിലേക്ക് കടക്കാനും പറ്റില്ല. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കോഎൻസൈം എ എന്ന് പറയുന്നത് നമ്മൾ ഏതിലുണ്ട്, നമ്മൾ
ബീറ്റ ഓക്സിഡേഷനിൽ നമ്മൾ കോഎൻസൈം നമ്മൾ ഒരു പിന്നെ അതേപോലെ നമ്മൾ ഫാറ്റി ആസിഡ് ഓക്സിഡേഷനിലും ഉണ്ട് അല്ലേ. അപ്പം ഇത് രണ്ടിനും അതിൻ്റെ പൂള് വേറെ വേറെയാണ് കേട്ടോ. സൈറ്റോസോളിൽ വേറെ പൂളുണ്ട്, അതേപോലെ തന്നെ മൈറ്റോകോൺട്രിയയിലും എന്തുണ്ട് കോഎൻസൈം എ വേറെയാണ്. സോ ദേ ആർ നോട്ട് ഇതിലുള്ള അതേ പിന്നെ കോഎൻസൈം എ അല്ല നമ്മളെ ട്രാൻസ്പോർട്ടിൽ സഹായിക്കുന്നത്. ഇൻഹിബിറ്റർ ഓഫ് കാർണിത്തൈൻ ഷട്ടിൽ അല്ലേ. കാർണിത്തൈൻ ഷട്ടിലിൻ്റെ ഇൻഹിബിറ്റർ എന്ന് പറയുന്നത് ഏതാണ്? മെലനൈൽ കോയയാണ്. ഏതാണ്? മെലനൈൽ കോയെ. മെലനൈൽ കോയയാണ് എന്തിൻ്റെ ഇൻഹിബിറ്റർ? കാർണിത്തൈൻ ഷട്ടിലിൻ്റെ ഇൻഹിബിറ്റർ. വാട്ട് ദേ ഡസ്, അവരെന്താ ചെയ്യുന്നത്? They'll inhibit the transferase 1 is inhibited by melanyl CoA, a key metabolite involved in fatty acid synthesis അല്ലേ. മെലനൈൽ കോയ എന്ന് പറയുന്നത് എവിടെയുള്ള നമ്മൾ ഇനി ഫാറ്റി ആസിഡ് സിന്തസിസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുക മെലനൈൽ കോയിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പം അതിനെയാണ് കാർണിത്തൈൻ അസൈൽ ട്രാൻസ്ഫറേസ് 1 ഈസ് ഇൻഹിബിറ്റഡ് ബൈ ദിസ് മെലനൈൽ കോയ. സോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് അല്ലേ. നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്, എന്ത്? ഫാറ്റി ആസിഡ് സിന്തസിസ് നടന്നുകൊണ്ടിരിക്കുമ്പം ഓക്സിഡേഷൻ നടക്കില്ല. മനസ്സിലാവുന്നുണ്ട്? അപ്പം ദേ ആർ ആക്ച്വലി ഇംപയർഡ്. Their oxidation does not occur since the carnitine shuttle is impaired അല്ലേ. ഇപ്പോൾ എന്താണ്? രണ്ടും ഒരുമിച്ച് സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കില്ല. അപ്പോൾ ഒന്നുകിൽ ഓക്സിഡേഷൻ നടക്കുമ്പോൾ സിന്തസിസ് നടക്കില്ല, സിന്തസിസ് നടക്കുമ്പോൾ നടക്കില്ല, ഓക്സിഡേഷൻ നടക്കില്ല. അപ്പം അത്തരത്തിൽ എന്താണ് അതിനെ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്ത് നമ്മൾ റെഗുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ബോഡി. നെക്സ്റ്റ് നമ്മളിനി ബീറ്റ ഓക്സിഡേഷൻ്റെ പ്രോസസ്സിലേക്ക് കിടക്കുകയാണ്. ഈ ബീറ്റ ഓക്സിഡേഷൻ പ്രോപ്പർ പ്രോസസ്സ് നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇറ്റ് ഈസ് ആക്ച്വലി ഹാവിങ് will move to next process, that is ബീറ്റ ഓക്സിഡേഷൻ പ്രോസസ്സ് അല്ലേ. അപ്പോൾ ബീറ്റ ഓക്സിഡേഷനിൽ 4 സ്റ്റെപ്പാണല്ലോ. അപ്പം നിങ്ങൾ ഈ ഒരു പിക്ചർ നോക്കുക. ഫസ്റ്റ് നമ്മൾ ഫാറ്റി ആസിഡിനെ ആക്ടിവേറ്റ് ചെയ്തു, തയോ കൈനേസ് എൻസൈം വെച്ച് ആക്ടിവേറ്റ് ചെയ്തു. ദേ റിക്വയർ ATP, മെഗ്നീഷ്യം അയോൺസ് അല്ലേ, ആൻഡ് കോഎൻസൈം എ, ആൻഡ് ദേ ആർ ആക്ടിവേറ്റഡ് ടു അസൈൽ കോയ, ആൻഡ് ദിസ് അസൈൽ കോയ ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ദി മൈറ്റോകോൺട്രിയ ത്രൂ എ കാർണിത്തൈൻ ഷട്ടിൽ സിസ്റ്റം. ഇതുവരെ നമ്മൾ കണ്ടു അല്ലേ, ഇതുവരെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണുന്നത് എവിടെ നിന്ന് അങ്ങോട്ടുള്ളതാണ്, മൈറ്റോകോൺട്രിയയിൽ നടക്കുന്ന ബീറ്റ ഓക്സിഡേഷൻ. 4 സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് ഇപ്പോൾ 4 സ്റ്റെപ്പ് ഏതൊക്കെയാണ്? ഓക്സിഡേഷൻ, ഹൈഡ്രേഷൻ, നെക്സ്റ്റ് അഗെയിൻ ഓക്സിഡേഷൻ ആൻഡ് ദെൻ ക്ലീവേജ്. ഈ 4 സ്റ്റെപ്പാണ് ഓക്സിഡേഷൻ, ഹൈഡ്രേഷൻ, ഓക്സിഡേഷൻ ആൻഡ് ക്ലീവേജ്. ഇങ്ങനെ 4 സ്റ്റെപ്പിലാണ് ബീറ്റ ഓക്സിഡേഷൻ നടക്കുന്നത്. വളരെ ചെറിയ പ്രോസസ്സാണ്. ഫസ്റ്റ് ഓക്സിഡേഷനിൽ എന്താ നടക്കുന്നത്? എസൈൽ കോയയിൽ അണ്ടർഗോ ഡീഹൈഡ്രോജനേഷൻ ബൈ എൻ FAD ഡിപ്പെൻഡൻറ്റ് ഫ്ലേവോ എൻസൈം, ആൻഡ് ദിസ് എസൈൽ കോയ ഡീഹൈഡ്രോജനേസ്. A double bond is formed between alpha and beta carbon atom. That is your second and third carbon atom. അല്ലെ, നിങ്ങൾ സെക്കൻഡ് തേർഡ് കാർബൺ, അതായത് ആൽഫ ബീറ്റ കാർബൺ ആറ്റത്തിൻ്റെ ഇടയിൽ എന്ത് നടക്കുന്നുണ്ട്? ഒരു ഡബിൾ ബോണ്ട് ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ദേ ആർ കൺവേർട്ടിങ് ദിസ് എസൈൽ കോയ into trans to transenoyl CoA by dehydrogenation reaction, where they require an FAD molecule, a flavor-dependent enzyme, and this FAD is converted to FADH2, and this will go to the ETC chain, and they are converted to 2 ATP energy molecule. And this trans to enoyl CoA, they'll undergo next step, that is hydration. That is hydration means this enoyl CoA hydratase brings about the hydration of the double bond to form a beta hydroxy acyl CoA. That is enoyl CoA hydrolase എന്ന് പറയുന്ന എൻസൈമിൻ്റെ സഹായത്തോടു കൂടി ഇനൈൽ കോയ ഹൈഡ്രലൈസ് എന്ന് പറയുന്ന കോഎൻസൈം എ ഹൈഡ്രലൈസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ സഹായത്തോടു കൂടി അത് എന്തായിട്ട് മാറും? ബീറ്റ ഹൈഡ്രോക്സി എസൈൽ കോയ ആയിട്ട് മാറും. എന്തായിട്ട് മാറും? ബീറ്റ ഹൈഡ്രോക്സി അസൈൽ കോയ ആയിട്ട് മാറും. ദാറ്റ് ഈസ് യുവർ സെക്കൻഡ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ഹൈഡ്രേഷൻ. നെക്സ്റ്റ് ഹൈഡ്രേഷൻ കഴിഞ്ഞ് വരുന്ന സ്റ്റെപ്പ് ഏതാണ്? ഓക്സിഡേഷൻ ആണ്. അഗെയിൻ ദിസ് ബീറ്റ ഹൈഡ്രോക്സി അസൈൽ കോയ ദിൽ അണ്ടർഗോ dehydrogenation. That is again they are undergoing oxidation reaction, and they'll generate NADH molecule, and they'll go to the ETC, and they'll provide 3 ATP. And this process is possible in the presence of beta hydroxy acyl CoA dehydrogenase enzyme. ഏതാവുള്ള എൻസൈം? ബീറ്റ ഹൈഡ്രോക്സി അസൈൽ കോയെ ഡീഹൈഡ്രോജനേസ്. again dehydrogenase enzyme ആണ്. And this beta hydroxy acyl CoA, they will be converted to beta keto acyl CoA. എന്തായിട്ടാണ് മാറുന്നത്? ഡീഹൈഡ്രോജനേഷൻ നടന്ന് ബീറ്റ കീറ്റോ അസൈൽ കോയ ആയിട്ട് മാറുന്നു. And this beta keto acyl CoA will undergo a thylatic cleavage, and they are forming acyl CoA and acetyl CoA with 2 carbon atom. ഇപ്പോൾ നിങ്ങൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ തൈലേസ് എൻസൈമിൻ്റെ സഹായത്തോടു കൂടി അതെന്തായിട്ട് മാറും?
ഒരു 2 കാർബണുള്ള ഒരു കോമ്പൗണ്ടും അതേപോലെ തന്നെ ഒരു ഫാറ്റി ആസിഡ് ചെയിനുമായിട്ട് മാറും. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. ഇപ്പം നമ്മൾ പാൽമിറ്റൈൽ കോയയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അവർ കാണിച്ചത് കണ്ടോ, പാൽമിറ്റൈൽ കോയയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതൊരു 7 സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും അല്ലേ. പാൽമിറ്റൈൽ കോയ എന്ന് പറയുമ്പോൾ 16 കാർബൺ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, അതൊരു 7 സൈക്കിളും കൂടി എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും. അപ്പം അവിടെ ടോട്ടലി 7 NAD ഉണ്ടാവും, അതേപോലെ തന്നെ 7 FAD മോളിക്യൂൾ ഉണ്ടാവും. 7 NAD ഉണ്ടാവും, 7 FAD മോളിക്യൂൾ ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ 35 ATP ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ 8 അസറ്റൈൽ കോയ അല്ലേ. ഈ അസറ്റൈൽ കോയ എത്ര ഉണ്ടാവും, ഇതിപ്പം 16 കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ടാണ്. ഈ 16 കാർബൺ ഉള്ളതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ മൊത്തത്തിൽ 8 അസറ്റൈൽ കോയ ഫോർമേഷൻ ഉണ്ടാവും അല്ലേ. ഈ 8 അസറ്റൈൽ കോയ എവിടേക്കാണ് പോകുന്നത്, നമ്മൾ TCA സൈക്കിളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു TCA സൈക്കിൾ എന്ന് പറയുന്നത് ഏകദേശം 12 ATP മോളിക്യൂൾ അല്ലേ, 12 ATP മോളിക്യൂൾ തരുന്നുണ്ട്. അപ്പം നമ്മൾ 8 അസറ്റൈൽ കോയ ഏകദേശം 96 ATP മോളിക്യൂൾ എന്താവുന്നുണ്ട്, ATP സിന്തസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മളൊരു എനർജി എക്സ്പെൻഡിച്ചർ നോക്കുക, എനർജി ടോട്ടൽ എനർജി ഗെയിനിങ് നോക്കുക, അതേപോലെ തന്നെ എക്സ്പെൻഡിച്ചർ എത്ര ഉണ്ടോ നോക്കാം. ഓക്കെ, സോ ഓവറോൾ റിയാക്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ഓവറോൾ റിയാക്ഷൻ എന്താണ്, പാൽമിറ്റൈൽ കോ അണ്ടർഗോ 7 സൈക്കിൾ ഓഫ് ബീറ്റ ഓക്സിഡേഷൻ ടു ഈൽഡ് 8 അസറ്റൈൽ കോയ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ബീറ്റ ഓക്സിഡേഷൻ 7 സൈക്കിൾ പോകുമ്പോൾ 7 FADH2 ഉണ്ടാകുന്നുണ്ട്, 7 NADH ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 14 + 21 അല്ലേ. ഫ്രം 8 അസറ്റൈൽ കോയ ദേ ആർ ഗെറ്റിംഗ് 96 ATP. സോ ടോട്ടൽ എനർജി ഫ്രം 1 മോൾ ഓഫ് പാൽമിറ്റൈൽ കോയ ഈസ് 131 ATP. അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ആക്ടിവേഷന് വേണ്ടി ഒരു 2 ATP നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ നെറ്റ് ATP ഈസ് 129 ATP. 129 ATP ആണ് ടോട്ടൽ നെറ്റ് ATP എന്ന് പറയുന്നത്. പിന്നെ ചെറിയൊരു എനർജറ്റിക്സ് ഓഫ് ബീറ്റ ഓക്സിഡേഷൻ ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ഓഫ് പാൽമിറ്റേറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ഓഫ് പാൽമിറ്റേറ്റ് എന്ന് പറയുന്നത് 2340 കാലോറീസ് ആണ്. So the energy yield of it by its oxidation is like 129 into 7.3 calorie, that is totally 940 calorie ആണ് വരുന്നത്, 940 calories. So the efficiency of energy conservation by fatty oxidation is 940 divided by total standard free energy of palmitate is 2340 into 100, that is almost 40% efficiency of energy conservation by fatty acid oxidation. അപ്പം ഇങ്ങനെ നമുക്ക് ഓരോ ഫാറ്റി ആസിഡിൻ്റെയും എനർജി കൺസർവേഷൻ, ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ എനർജി കൺസർവേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ എഫിഷ്യൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എനർജി എഫിഷ്യൻസി അത്ര ഇമ്പോർട്ടൻ്റ്, പക്ഷേ എനർജറ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ദറ്റ് ഈസ് 129 ATP ആണ് നെറ്റ് ഈൽഡ് എന്ന് പറയുന്നത്. ആ ഒരു ബോക്സ് എന്താണ്, നിങ്ങൾ 14.2 എന്ന് നമ്മൾ നോട്ട് ചെയ്തിട്ടില്ലേ, ആ ഒരു ബോക്സ് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഇസ് ഓൾ ഫ്രം യുവർ സത്യനാരായൺ ടെക്സ്റ്റ് ബുക്ക്. എവ്രിതിങ് ഈസ് ദെയർ, ക്ലിയർ ആണ്, വളരെ ചെറിയ പ്രോസസ്സാണ്. സോ ഗോ ത്രൂ ഇറ്റ്, സ്റ്റഡി വെൽ ആൻഡ് ഡു യുവർ വർക്ക്. ഓൾ ദ ബെസ്റ്റ്.